ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം നിർബന്ധമായും ഒഴിവാക്കേണ്ട ഒരു ദുശ്ശീലമാണ് പരദൂഷണം. മറ്റുള്ളവരുടെ തെറ്റുകളിലും കുറ്റങ്ങളിലും നിവേശിക്കുവാൻ മനസ്സിനെ ഒരിക്കലും അനുവദിക്കരുത്. അങ്ങനെ ചെയ്താൽ മനസ്സ് മലിനമാകും. പകരം മറ്റുള്ളവരുടെ ഗുണങ്ങളിലും നന്മയിലും മനസ്സിനെ ഉറപ്പിക്കുക. അതുവഴി മനസ്സ് പവിത്രീകരിക്കപ്പെടും. വൈകാരികമായ മതിഭ്രംശത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം മാറ്റിവെച്ച് മറ്റുള്ളവരെ ദുഷിക്കുന്നതിൽ വ്യാപൃതരാവുകയോ അഥവാ അവർക്ക് ഹാനി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയോ അവരുടെ ദുരിതത്തിൽ ആഹ്ലാദിക്കുകയോ ചെയ്യുന്നു. അത്തരം ദുഷിച്ച ചിന്തകൾ മനസ്സിൽ വേരൂന്നി വന്യമായി വളർന്ന് അപമാനവും ദുരിതവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ വരും. നാം മറ്റുള്ളവരെക്കുറിച്ച് അവരുടെ തിന്മകളെക്കുറിച്ച് വ്യാകുലരാകുന്നത് എന്തിനാണ്? നാം അവരെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവരുമായി ഇടപഴകുക, അല്ലെങ്കിൽ അവരെ വെറുതെ വിടുക. അവരിലെ തെറ്റുകൾ അന്വേഷിക്കുകയും അവരെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ആത്മീയമായ അധപ്പതനത്തെ ക്ഷണിച്ചു വരുത്തലാണ്. അതുവഴി ജപം, പൂജ, ധ്യാനം, ദർശനം ഇത്യാദിയാൽ നാം നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ നേട്ടങ്ങളും നമുക്ക് നഷ്ടമാകുന്നു. ആത്മീയമായ സാധനകളെല്ലാം അനുഷ്ഠിച്ചിട്ടും ഒരടി പോലും മുന്നേറുവാൻ കഴിയാതെ വരുന്നു. ഒരു തീർത്ഥാടകൻ ഒരു കൈപ്പയ്ക്കയെ പുണ്യതീർത്ഥങ്ങളിൽ മുക്കി മധുരമുള്ളതാക്കി മാറ്റാമെന്ന് കരുതി കൊണ്ടു നടക്കുന്നത് പോലെ നമ്മുടെ മനസ്സും കയ്പുള്ളതായി തന്നെ തുടരും. അതിനാൽ ഏതവസ്ഥയിലും പരദൂഷണം എന്ന ദുശ്ശീലത്തെ ഒഴിവാക്കുക. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.